ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഹായ് ഓൾ. ഇപ്പൊ ഫേസ്ബുക്കില് ഗോൾഡ് 101.3 FM ഫേസ്ബുക്ക് പേജില് കാണുന്നവർക്കൊക്കെ തന്നെ എന്റെ ഒരു വലിയ ഹായ്. അതോടൊപ്പം തന്നെ നമ്മുടെ മെന്റലിസ്റ്റ് ആദിയുടെയും ഒരു വലിയ ഹായ്. ക്യാമറ ഒന്ന് അങ്ങോട്ടേക്ക് പാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോ ഇദ്ദേഹം ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് എന്നെ ഒന്ന് അനലൈസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു തോന്നുന്നു ഇത്രയും നേരം ഇരുന്നിട്ട് അല്ലേ? എന്താ എന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കിയെങ്കിൽ ഹൗ എം ഐ മീൻ കൻ യു ജസ്റ്റ് സേ ജസ്റ്റ് ബ്ലണ്ട്ലി അത്ര മോശമാണോ? അല്ലല്ല, എല്ലാവർക്കും അവർക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു നോളജിനെ പറ്റിയിട്ടാണ് അറിയാൻ താല്പര്യം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് കോണ്ടെക്സ്റ്റിന് ചേരില്ല, പക്ഷെ ഈ പിന്നെ കൈ നോക്കാൻ പോകുമ്പോഴും കോൾ റീഡിങ്ങിന് പോകുമ്പോഴും അവര് പറയുന്ന 80% കാര്യങ്ങളും നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അതിനാണ് ഇത്രയും പൈസ കൊടുത്തിട്ട് പോകുന്നത്. പക്ഷെ ഒന്നുമില്ല, ഒരു ക്യൂരിയോസിറ്റി. പെട്ടെന്ന് ഇങ്ങനെ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതൊക്കെയല്ല, അപ്പൊ ഒബ്വിയസ്ലി എന്നെ ഒന്ന് നോട്ടീസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അതെ അതെ. പിന്നെ നിങ്ങളൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് ഞാൻ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ അർത്ഥമില്ല. ഇവിടെ റാൻഡം സ്ട്രേഞ്ചർ അതിന് മീനിങ് ഉണ്ട്. നിങ്ങൾ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പം ഇമോഷണലി ഇൻസെക്യൂർ ആണെന്നൊക്കെ പറയുമ്പോ ഇഫ് യു ആർ എ റാൻഡം സ്ട്രേഞ്ചർ ദാറ്റ് മേക്സ് സെൻസ്. നിങ്ങളെ പറ്റിയിട്ട് ഒരുപാട് ഇന്റർവ്യൂ ഒക്കെ പുറത്തുണ്ട്. അപ്പോ അത് പഠിച്ചിട്ട് പറയുന്ന പോലെ ഇരിക്കും, അങ്ങനെ തോന്നുള്ളൂ. നമുക്ക് വേറെ റാൻഡ് ആയിട്ടൊരു കാര്യം ചെയ്യാം. റെഡിയാണോ? ശ്രദ്ധിക്കണം കേട്ടോ. ഫസ്റ്റ് ഐ വാണ്ട് യു ടു റിലാക്സ്. ഇപ്പം ലൈവ് പോകുന്നതുകൊണ്ട് ഞാനും നെർവസ് ആണ്. എന്താ ഐഡിയ എന്നറിയോ? ഇഫ് യു വുഡ് ഫോക്കസ് ആൻഡ് ടേക്ക് എ ഡീപ് ബ്രെത്ത്, റിലാക്സ്, ജസ്റ്റ് ടേക്ക് എ ഡീപ് ബ്രെത്ത്, ഹോൾഡ് ഇറ്റ് ഫോർ എ മൊമെന്റ് ആൻഡ് ഔട്ട്. ഓക്കെ, ലുക്ക് അറ്റ് മീ. ഇതൊരു ബാഡ് ആയിട്ട് എടുക്കണ്ട. ഞാനൊരു കാര്യം പറയുമ്പോൾ ഐ വാണ്ട് യു ടു ഗോ ഫോർ ദ പ്ലസന്റ് മെമ്മറി. അത് ഏതൊരു കാര്യത്തിന് ഒരു പ്ലസന്റ് മെമ്മറി എന്ന് പറയുന്ന ഒരു സൈഡ് ഉണ്ടാവും. ഞാൻ പറയാം, അതായത് നിങ്ങൾക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമോഷണലി അറ്റാച്ച്മെന്റ് ഉള്ള ഏതെങ്കിലും ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പർ, ഓൾ ടീച്ചർ, ആരെങ്കിലും ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ലാത്ത, അതായത് ജീവിച്ചിരിപ്പില്ലാത്ത ഏതെങ്കിലും ഒരാളെ മനസ്സിൽ വിചാരിക്കാൻ പറഞ്ഞാൽ, ഇപ്പൊ വളരെ അറ്റാച്ച്മെന്റ് ഉള്ളവരല്ല. ഇപ്പം എനിക്ക് എന്റെ അച്ഛൻ മരിച്ചുപോയി, അപ്പൊ അത് ഞാൻ വിചാരിക്കുന്നത് വളരെ ഒബ്വിയസ് ആണ്. അങ്ങനെ വേണ്ട. അല്ലാതെ ഒരാളെ ആലോചിക്കണം എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാളെ മനസ്സിലെടുക്കാൻ പറ്റും, ചിന്തിക്കാൻ പറ്റുമോ? ഒന്നും പറയരുത്. ഓക്കെ, ഇതിപ്പം ഒരു റാൻഡം തോട്ടാണ്. നിങ്ങൾ ഇതിനെപ്പറ്റി ആരോട് സംസാരിച്ചിട്ട് പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഇവൻ നിങ്ങൾ ഇദ്ദേഹത്തിനെ പറ്റി ആലോചിച്ചിട്ട് തന്നെ ചിലപ്പോൾ മാസങ്ങളോ ദിവസങ്ങളോ ആയിട്ടുണ്ടാവും. കറക്റ്റ് അല്ലേ? ഓക്കെ, ഞാൻ എന്താ ചെയ്യാ പറഞ്ഞാല്, ഓക്കെ, ജസ്റ്റ് ലുക്ക് അറ്റ് മീ ആൻഡ് തിങ്ക് ഓഫ് ദ പേഴ്സൺ. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഇപ്പൊ അറിയാത്ത ഒരാളെ വിചാരിക്കരുത് കേട്ടോ. ഓക്കെ 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 ഓക്കെ. തിങ്ക് ഓഫ് ദ ഫസ്റ്റ് ലെറ്റർ, വിൽ യു? അവരുടെ പേരിന്റെ ആദ്യത്തെ ലെറ്റർ മാത്രം വിചാരിക്കാൻ പറ്റുമോ? ഓക്കെ. നമ്മുടെ മനസ്സിലുള്ള മെമ്മറി എന്ന് പറയുന്നത് അവരുടെ കൂടെയുള്ള ഒരു മെമ്മറിയിലേക്ക് പോവാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഫ്രഷ്, പക്ഷെ അത് ഒരുപാട് പഴയതുമല്ല. ഒരു വിത്തിൻ എൻ ഇയർ ആൻഡ് ഓൾ. ട്രൂ, 2 വർഷം. ആ ഒരു വലിയ കാലയളവല്ലല്ലോ, ഒരു റീസെന്റ് തന്നെയാണോ? അതെ, ഒരുപാട് പഴയതല്ല, പക്ഷെ സ്റ്റിൽ അത്യാവശ്യം റീസെന്റ്. ഓക്കെ. Say the first letter of the person's name. K. Here we go. No, wait. The idea ഇതൊന്നും അല്ല. ഞാനൊരു കാര്യം ചെയ്യാം. ഇത് പ്രേക്ഷകർക്ക് കാണാനാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിച്ച ആരെന്ന് പറഞ്ഞോളൂ. ഒരു സെക്കൻഡ്. ഒരു സെലിബ്രിറ്റി ആണ് അല്ലേ? ഓക്കെ, ഒരു ഫീമെയിൽ സെലിബ്രിറ്റി. ഓക്കെ, ഗുഡ്. അഭിനയിച്ചിട്ടുണ്ടോ കൂടെ? പറയോ ആരെ വിചാരിച്ചെന്ന്? കൽപ്പന ചേച്ചി. ഓക്കെ, ഞാനൊരു കാര്യം കാണിച്ചു തരട്ടെ. ഞാനിങ്ങനെ കാണിച്ചത്, then I have this I always carry this serpentine kind of thing. Okay, the 2 serpents ഉണ്ട്. ഇതിന്റെ പിറകില് ഒരു കാര്യം എൻഗ്രേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. Okay, then if you look, this is for the people at home. കാണുന്നുണ്ടോ മീര? ഒന്ന് നോക്കാമോ ഇതിലെന്താ അറ്റാച്ച് ചെയ്തിട്ടുള്ള? ഒന്ന് പഠിക്കുക. You have to see this is engraved in there. Oh my god.
Ishra, this is something that I didn't expect at all. I mean, seriously. വായിക്കുന്നില്ലേ? In loving memory of Kalpana. Thank you very much. And you have to make sure it's engraved, അല്ലേ? Yes, it is engraved. Thank you. സത്യം പറഞ്ഞു കഴിഞ്ഞാല് കൽപ്പന ചേച്ചിയായിട്ട് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള അടുപ്പവും സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ സം പീപ്പിൾ they come into your life and create beautiful and positive memories, അല്ലേ? അതെ, എനിക്കും അറിയാം. അപ്പോ പുള്ളിക്കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര എന്താ പറയാ, ഭയങ്കര എൻകറേജിങ് ആയിട്ടുള്ള ഭയങ്കര പോസിറ്റീവ് എനർജി ഉള്ള ഒരു ആളായിരുന്നു. അപ്പോൾ പുള്ളിക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നതും അതേപോലെ തന്നെ പുള്ളിക്കാരിയെ അറിയാൻ സാധിക്കുന്നതും ഒക്കെ തന്നെ ഭയങ്കര എന്താ പറയാ, ഒരുപാട് സന്തോഷം തരുന്ന ഒരു സംഭവമാണ്. ആൻഡ് റിയലി ഐ എം ഔട്ട് ഓഫ് വേർഡ്സ് റൈറ്റ് നൗ. എനിക്ക് പറയാൻ പറ്റുന്നില്ല ഒന്നും. സി ഐ എം ആക്ച്വലി സ്വെറ്റിംഗ്. ഞാൻ മേർക്കാണ് ഇവിടെ ഇരുന്നിട്ട് AC സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട്. ഇൻഡസ്ട്രി മുഴുവൻ കരഞ്ഞ ദിവസമാണ്. അയ്യോ, സീരിയസ്ലി hats off. Let it be the tribute, അല്ലേ, നമ്മുടെ Oh my god, really hats off to you. എങ്ങനെയാണ് ഇത് എന്തെങ്കിലും, how do you do this? I mean, ഞാൻ നേരത്തെ ചോദിച്ചില്ലായിരുന്നു, ഒരാൾ കള്ളം പറയുക അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുക, അത് എങ്ങനെയാണ് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുക? എങ്ങനെയാണ് how do you get it? കള്ളം പറയുന്ന കാര്യങ്ങളൊക്കെ അവര് തന്നെ പറയുന്നതാണ്. ഞാൻ പറയട്ടെ, 75% കമ്മ്യൂണിക്കേഷനും നോൺ വെർബലിയാണ് സംഭവിക്കുന്നതെങ്കിൽ, വെർബലി അല്ല, വാക്കുകളിലൂടെ അല്ല. ഇത് സയൻസ് ആണ്, എല്ലാവർക്കും ഗൂഗിൾ ചെയ്താൽ കണ്ടുപിടിക്കാവുന്ന ഒരു കാര്യമാണ്. 75% കാര്യങ്ങളും നോൺ വെർബലിയാണ്. നമ്മുടെ സംസാരം 25% അല്ലെങ്കിൽ 30% വരെ ഉള്ളൂ. അപ്പം സംസാരത്തിലൂടെ നമ്മളൊരു കമ്മ്യൂണിക്കേഷനിൽ മനസ്സിലാക്കുന്നതിനേക്കാളും 3 ഇരട്ടിയെങ്കിലും 2-3 ഇരട്ടിയെങ്കിലും മറ്റേ ഇത് പഠിക്കുന്ന, മറ്റേ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്ന ഒരാൾക്ക് അറിയണ്ടേ? സിമ്പിൾ മാത്ത് അല്ലേ? അതെ, അത് കുറച്ചുകൂടി വലിയ ആക്ഷൻ, പക്ഷെ മൈന്യൂട്ട് ആയിട്ടുള്ള ആക്ഷൻസ് ഉണ്ട്. അതിനാണ് ഈ നമ്മൾ പറയുന്ന ബോഡി ലാംഗ്വേജ്, മൈക്രോ എക്സ്പ്രഷൻ പോലത്തെ സബ്ജക്ട് ഒക്കെ പഠിക്കുന്നത്. ഇത് അപ്ലൈ ചെയ്യുന്നത് ഒരു തോട്ടിനല്ല. നേരത്തെ പറഞ്ഞ പോലെ കള്ളം പറയുക അല്ലെങ്കിൽ ഇമോഷൻ ബേസ് ചെയ്ത് എന്തിനും ഇത് പ്രാക്ടിക്കലാണ്. വെരി ഗുഡ്. താങ്ക് യു. ഈ ഇൻഡസ്ട്രിയിൽ ഇപ്പൊ ഒരുപാട് പേരായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഒരുപാട് പേരെ അറിയാം, നന്നായിട്ട് അറിയാം. അക്കോർഡിംഗ് ടു യു, ആരാണ് ഏറ്റവും ജെന്യുവൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ഇൻഡസ്ട്രിയിൽ ഇപ്പൊ പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ? ഏതെങ്കിലും ഒരു ഫ്രണ്ട് ആവാം, ആരെങ്കിലും. അല്ല, അത് ഡിപ്പെൻസ് അല്ലേ. എന്നോട് ജെന്യുവൻ ആയിട്ടുള്ളത് ആൾക്കാരുണ്ട്, പിന്നെ അല്ല ജനറലി നമുക്ക് അങ്ങനെ ഒരു എന്ന് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുമോ? എന്റെ എല്ലാരും ഫ്രണ്ട്സ് ആണ്, ആരെങ്കിലും പിണക്കാൻ. മീര ഭയങ്കര ജെന്യുവൻ ആണ് കേട്ടോ. ആണോ? അല്ലേ? അല്ല, അതിപ്പോ ഇവിടുന്ന് ഞാൻ പറയുമ്പോ അതൊരു സുഖിപ്പിക്കുന്ന പോലെ കുറെ പേരുണ്ട്. ഞാൻ അങ്ങനെ ഇപ്പൊ മനസ്സിലുള്ളത് അതേപോലെ പുറത്ത് കാണിക്കുന്ന ഒരു സുഹൃത്തുണ്ട്, ഉണ്ണി മുകുന്ദൻ. ഉണ്ണി എന്ന് വെച്ചാല് പിന്നെ പലരും അത് റൂഡായിട്ടൊക്കെ തെറ്റിദ്ധരിക്കും. അവൻ എന്താണ് മനസ്സിൽ ആ സമയത്ത് അത് പറയും. ഇപ്പൊ നിങ്ങൾ ഫോട്ടോ എടുക്കണമെന്ന് വെച്ചാല് വേണ്ട, ഞാൻ പറയും അല്ല ചില സമയത്ത്. അപ്പൊ അവർക്ക് വിഷമാവില്ലേ? അല്ല, എനിക്കിപ്പോ അങ്ങനെയാണ് തോന്നുന്നത് ജനുവൻലി. അപ്പൊ ഞാനതല്ല എന്ന് പറഞ്ഞാല് കള്ളത്തരായി പോവില്ലേ? അത്രയും പ്യുവർ ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ പ്രൊഫഷണൽ ഇതിനോട് ഏറ്റവും കൂടുതൽ സത്യസന്ധത കാണിക്കുന്ന ആളാണെങ്കിൽ ലാലേട്ടൻ തന്നെയാണ് എപ്പോഴും. അതിലൊരു ചോദ്യമില്ല. അദ്ദേഹം ഈ ഉണ്ണി ജനുവിനാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പറയാൻ തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മല്ലു സിംഗ് എന്ന് പറഞ്ഞ സിനിമയിൽ വർക്ക് ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ പറ്റിക്കുന്ന ഉണ്ണിയാണ്. കാര്യം ഏറ്റവും കൂടുതൽ പറ്റിക്കാൻ എളുപ്പം ഉണ്ണിയാണ്. എന്തെങ്കിലുമൊക്കെ പ്രാങ്ക് കോൾസ് ഒക്കെ, ചാക്കോച്ചനൊക്കെ അപ്പുറത്ത് വരുന്ന പ്രാങ്ക് കോളൊക്കെ ചെയ്യുന്നതാണ്. ഉണ്ണിനോട് പെട്ടെന്ന് പറ്റിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണല്ലോ. ഏറ്റവും ജെനുവൻ ആയിട്ടുള്ളവരല്ലേ ഏറ്റവും പെട്ടെന്ന് പറ്റിക്കാനായിട്ട് പറ്റുക. സോ അങ്ങനെ ഒരു സംഭവമുണ്ട്. പെട്ടെന്ന് ഞാനിങ്ങനെ ഓർത്തപ്പോ പറഞ്ഞു എന്ന് മാത്രം. എന്തെങ്കിലുമൊക്കെ എന്നെ ഇങ്ങനെ പഠിപ്പിക്കാനായിട്ട് പറ്റുമോ? എന്തെങ്കിലും ജസ്റ്റേഴ്സോ സംഭവങ്ങളോ? ജസ്റ്റേഴ്സ് പഠിപ്പിക്കാനോ? അതായത് ഒരാൾ നുണ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് എങ്ങനെ മനസ്സിലാക്കണം? ഇവര് പറയുന്നത് എന്താ പറയുക, ഞാനിത് മുമ്പ് എവിടെയോ സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ മൈക്രോ എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു സബ്ജക്ട് കൂടി പഠിച്ചു കഴിയുമ്പോഴത്തേക്കിനാണ്, അത് കുറച്ച് പയനിയർ ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, അതും കൂടി പഠിച്ചു കഴിയുമ്പോഴത്തേക്കിനാണ് യു ഗെറ്റ് ടു നോ മോർ അബൌട്ട് ഇറ്റ്. അതായത് നമ്മുടെ ബ്രെയിൻ ഒരു പ്രൊജക്ടർ ആണെന്ന് വിചാരിക്കും. നമ്മുടെ മുഖം, ഫേസ് ഒരു പ്രൊജക്ടറായിട്ട് സ്ക്രീനായിട്ട് വരുവാണെങ്കിൽ ബാക്ക് ഓഫ് ദ ബ്രെയിൻ എന്ന് പറയുന്ന പ്രൊജക്ടർ, ഇത് സ്ക്രീൻ, ഇവിടെ പ്രൊജക്ടർ. ഇങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്യൂ. ഇവിടെ എന്ത് തോട്ട്സ് വന്നാലും, ഒരു മൈന്യൂട്ട് ഫ്രാക്ഷൻ വന്നാൽ പോലും എനിക്കൊരു അപ്പിയർ ഹിയർ. ഇതാണ് അവർ പറയുന്നത്. അപ്പൊ അത് എത്ര നല്ല ആക്ടർ ആണെങ്കിലും ഇത് കൺസീവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഈ കുറേ സൈൻ ഉണ്ട്. ചിലവർ മുമ്പ് പറയുമായിരുന്നു ബ്ലിങ്ക് ചെയ്യും എന്ന് പറയും, അല്ലെ? കള്ളം പറയുന്നവര് പിന്നെ ബ്ലിങ്ക് ചെയ്യില്ല എന്ന് പറയും, ബ്ലിങ്ക് ചെയ്യില്ല, അവരിങ്ങനെ നോക്കുന്നു പറയും. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ? കാലഘട്ടത്തിനനുസരിച്ചിട്ട് സൈക്കോളജി മാറണം. ഇത് അറിയാവുന്ന ആൾക്കാര് ഇത് ഈ പ്രിൻസിപ്പിൾ നമ്മൾ വേട്ട എന്ന് പറയുന്ന മൂവിക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, കൺസൾട്ട് ചെയ്യുമ്പോൾ. ഓക്കെ,
അപ്പം ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, പണ്ട് മുതലേ കേട്ടിട്ട് അറിയാം, കള്ളം പറയുമ്പോ കണ്ണടക്കില്ല. അതേപോലെ റൈറ്റിൽ നോക്കും അതുണ്ട്. അതല്ല ഞാൻ പറയുന്നത്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇപ്പൊ ഇത് അറിയാവുന്നത് കൊണ്ട് ആ പിന്നെ മിത്ത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതലായിട്ട് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും ആൾക്കാർ. അപ്പൊ ഞാൻ കള്ളം പറയല്ലോ എന്നുള്ള ചിന്ത ഞാൻ പറഞ്ഞ മനസ്സിലായി. അപ്പം കാലഘട്ടത്തിനനുസരിച്ച് പ്രിൻസിപ്പിൾ മാറണം. റൈറ്റ് ലെഫ്റ്റ് വരുന്നത് NLPയിൽ ഐ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടിലാണ്. അതായത് ബ്രെയിനുമായിട്ട് ഇത് വയേർഡാണ്. പറയുമ്പോൾ അക്കാഡമിക്കലാകുമ്പോൾ ആൾക്കാർക്ക് ബോറടിക്കും. നമ്മുടെ ലെഫ്റ്റ് പാർട്ട് റൈറ്റ് ബ്രെയിൻ അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഒരു റൈറ്റ് ഹാൻഡിനെ സംബന്ധിച്ചിടത്തോളം എന്റെ സർഗാത്മകത, ക്രിയേറ്റിവിറ്റി, സംഗീതം ഇതൊക്കെ വരുന്നത് റൈറ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ. അല്ലാത്ത എല്ലാ ഡെയിലി ആക്ടിവിറ്റിയും ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. അപ്പോൾ നമ്മളൊരു ഇൻഫർമേഷൻ ആലോചിക്കുമ്പോൾ നമ്മുടെ കണ്ണ്, അതിന്റെ പീപ്പിൾ ഏത് പാർട്ടിൽ നിന്നാണ് ഈ ഇൻഫർമേഷൻ ആക്സസ് ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ച് ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യും, സ്ലൈറ്റ് ആയിട്ട്. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഇപ്പൊ ഞാൻ പറയുകയാണ്, നിങ്ങളുടെ പില്ലോ കവർ ഒന്ന് മനസ്സിൽ ശരിക്കും വിഷ്വലൈസ് ചെയ്യാൻ പറഞ്ഞാൽ, ഇഫ് യു എന്നാൽ എക്സ്പ്രസീവ് ആയ ഒരാളാണ് നിങ്ങൾ ഇങ്ങനെ ആലോചിക്കും. അത് ഇറ്റ്സ് ഓൾറെഡി ഇൻ യുവർ മെമ്മറി. പക്ഷെ അത് ഞാൻ പറയുകയാണ്, ഒരു എലഫന്റ് ഒരു പിങ്ക് അംബ്രലയും കൊണ്ട് ഒരു മഴയത്ത് ഇങ്ങനെ നടന്നു പോകുന്ന, ഡാൻസ് ചെയ്ത് നടന്നു പോകുന്ന ആലോചിച്ചാൽ യു ഡോണ്ട് ഹാവ് ദ മെമ്മറി ഇൻ യു. സോ യു ഹാവ് ടു മേക്ക് ഇറ്റ് അപ്പ്. ഈ ക്രിയേറ്റിവിറ്റി, അപ്പം യു ആർ ലുക്കിംഗ് അറ്റ് ദ റൈറ്റ് കോർണർ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇത് മൈന്യൂട്ട് ആയിട്ടുള്ള, അതായത് ഓഡിറ്ററി ശബ്ദം റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ആണ് നിങ്ങൾ ഓർക്കുന്നതെങ്കിൽ യു ടെൻ ടു ഗോ ടു ദ ലെഫ്റ്റ് കോർണർ. ഇപ്പൊ AR റഹ്മാന്റെ മറ്റേ ഇന്ന സിനിമയിലെ പാട്ട് അറിയുമോ നോക്കുമ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നത് ദാറ്റ് വൺ. ഞാൻ കണ്ടോ? അതും ഇഫ് യു ഹാവ് ടു ക്രിയേറ്റ് ദ അതർ സൈഡ്, ഇമോഷണൽ ആയിട്ടുള്ള ചിന്തകൾക്ക് താഴോട്ട് ഇങ്ങനെ ഓരോരോ ഐ ഇന്റഗ്രേഷൻ എന്നാണ് ഈ ചാപ്റ്ററിന്റെ പേര്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. നമ്മളിപ്പോ അഭിനയത്തിലാണെങ്കിലും ഏതെങ്കിലും ഒരു സാഡ് സീൻ അഭിനയിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ആലോചിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മള് താഴത്തേക്ക് നോക്കുക ആണ് ചെയ്യാറുള്ളത്. പക്ഷെ ഇതിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇത് നമുക്കൊക്കെ വീട്ടിലിരുന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഇത് പിന്നെ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മുടെ വയേർഡ് ആയതുകൊണ്ട്, നമ്മൾ അറിയാതെ തന്നെ വയേർഡ് ആയതുകൊണ്ട് ഈ സംഭവം എന്താ പറയാ, നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇറ്റ്സ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ടു അൺലേൺ ദ ജസ്റ്റർ എന്ന് പറയും. അപ്പൊ നമ്മൾ ഓപ്പോസിറ്റ് നോക്കിയിട്ട് നമുക്കൊരു കള്ളം ആലോചിക്കാൻ പറ്റില്ലെന്ന്. ഭയങ്കര ഇപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങളൊന്ന് കൈ കെട്ടിയാട്ടെ. അപ്പൊ അവര് പറയുന്നത്, ഇപ്പം 10 7 പേരും ഇടത് കൈയാണ് മുകളിൽ കൊണ്ടുവരിക കൈ കെട്ടുമ്പോ. ഇറ്റ്സ് എ സയൻ, അങ്ങനെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. പക്ഷെ ഇതിന്റെ ഇൻട്രസ്റ്റിംഗ് തിങ് എന്താ പറയാ, മറ്റു ചേച്ചി ചെയ്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു കംഫർട്ടബിൾ അല്ലാത്ത ഫീൽ ഇല്ലേ? അതെ, ഈ ജസ്റ്ററൊക്കെ നമുക്ക് മറന്നു പോകാൻ, അൺലേൺ ചെയ്യാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയായിരുന്നു. അതെ, ശരിയാണ്. ഓൾ ഗുഡ്. അപ്പൊ ഏതായാലും എനിക്ക് ഇനി ചോദിക്കാനുള്ള മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരുപാട് എന്താ പറയാ, ഈ കണ്ണുകൊണ്ടാണ് കൂടുതലും സംഭവങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക, അറിയാനായിട്ട് പറ്റുക അല്ലെ? മീര ഒരു കാര്യം, ക്വസ്റ്റ്യനും എനിക്ക് മനസ്സിലായി. അടുത്ത് വരാൻ എന്താ വഴി? എനിക്ക് വരൂ പ്ലീസ്, വരൂ. ഞാനൊരു കാര്യം ചെയ്തുതരാം. ഇത് ചിലപ്പോ നമ്മളോട് കൂടി പ്രേക്ഷകർക്കും ഇത് മനസ്സിലായേക്കും. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യം കാണിച്ചു തരാം. വരും. നമ്മളിപ്പോഴും ലൈവ് ഉണ്ടോ? ആണോ? ശരി. എന്താണ്? സോറി ഫോർ ദാറ്റ്. യെസ്, ഞാൻ കുറച്ചു നേരം സെൽഫി ഫേസ്ബുക്ക് ലൈവ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, പ്രിപ്പയർഡ് അല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, പറഞ്ഞോളൂ. അല്ല, അത് ആരെങ്കിലും പിടിക്കണം. എനിക്ക് മീരയുടെ എക്സ്പ്രഷൻ ആൾക്കാർ കാണുന്ന പോലെ ചെയ്യണം കേട്ടോ. ബാക്ക് കണ്ടിട്ട് കാണില്ലേ? ഓക്കെ റെഡി. സോ ഞാനൊരു സ്റ്റോൺ സാധാരണ ഇത് റിങ്ങും മറ്റേ കോയിനൊക്കെ വെച്ചിട്ട് ചെയ്യുക. പക്ഷെ മെറ്റൽ ആണെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരുപാട് കമന്റ്സ് ഒക്കെയാണ്. വേറെ ഡൗട്ട് എന്താണ്? കയ്യിൽ പിടിച്ചോളൂ. ഒരു സിമ്പിൾ ഗെയിമാണ്. നമ്മൾ കുട്ടിക്കാലത്ത് ഈ ഏത് കയ്യിലും മോതിരം പറഞ്ഞിട്ടൊരു കളി കളിക്കും. സിമ്പിൾ തിങ്. അപ്പം അവിടുന്ന് തുടങ്ങാം. മീര ഇത് പിറകിൽ വെച്ചിട്ട് നമുക്ക് ഏത് കയ്യിൽ വേണമെങ്കിലും ഈ മോതിരം വെക്കാം. എന്റെ ജോബ് അത് ഏതെന്ന് കണ്ടുപിടിക്കലാണ്. പക്ഷേ ഇതിന് ഞാൻ ലൈയും ട്രൂത്തും തമ്മിൽ ഒന്ന് കണക്ട് ചെയ്യുവാണ്. അതായത് അതാണ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എനിക്ക് ഗസ് ചെയ്യാനും ഫ്യൂച്ചർ കാണാനൊന്നും അറിയില്ല, പറ്റില്ല, ആർക്കും അറിയില്ല. അപ്പം ഈ കൈ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഞാൻ ചോദിക്കും, ഈസ് ഇറ്റ് ഇൻ ദിസ് ഹാൻഡ്? മീര പറയണം യെസ് പറയണം. ഈസ് ഇറ്റ് ഇൻ ദിസ് ഹാൻഡ് ചോദിക്കുമ്പോഴും യെസ് എന്ന് പറയണം. പക്ഷെ മനസ്സിൽ നിങ്ങൾക്കറിയാം ഒന്ന് സത്യമായിരിക്കും ഒന്ന് കളവായിരിക്കും. പക്ഷെ 2 തവണയും യെസ് എന്ന് തന്നെ പറയാൻ പാടുള്ളൂ. നോ എന്നുള്ള ആൻസർ ഇവിടെ ഇല്ല. ഓക്കെ, പക്ഷേ യു ഹാവ് ടു നോ. അവിടെ പിറകിൽ പോക്കറ്റിലൊന്നും ഇട്ട് കളയരുത്. ഓക്കെ, റെഡിയാണോ? ഇഷ്ടം പോലെ സ്വിച്ച് ചെയ്യൂ. ഇഷ്ടമുള്ള കയ്യിൽ വെച്ചോളൂ. വെൻ യു ആർ റെഡി ഇങ്ങനെ പിടിക്കുക. സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കണേ. ഇപ്പൊ
ചിലപ്പോൾ മീരയുടെ ഉള്ളിൽ തോന്നല് ഞാൻ ആ കയ്യിലേക്കൊന്ന് നോക്കിയോ, ഒരു സ്വാഭാവികമായിട്ടൊരു തോന്നലുണ്ട്. പക്ഷെ ഞാൻ അത് പറയുമ്പോ എനിക്ക് എളുപ്പമായില്ലേ. ഓക്കെ, ഒരു കാര്യം ചെയ്യും. അപ്പൊ ഞാൻ ചോദിക്കുവാണേ, is it in this hand? Yes. Prepared, huh? Okay, is it in this hand? Yes. Open it, this one, here. Okay, now നിങ്ങൾ കോൺഷ്യസ് ആവുന്ന അത്രയും എനിക്കിത് എളുപ്പമാണ്. ഞാൻ പറയുന്നത് നമ്മൾ അടുത്ത ഒരു 4 times in a row ഞാൻ ഇത് ചെയ്യാം. ഓക്കെ, 4 തവണ കണ്ടിന്യൂസ് ആയിട്ട്. അപ്പൊ നിങ്ങൾക്ക് എന്നെ പറ്റിക്കാനുള്ള അവസരം കുറെ കൂടുതലാണ്. ഓക്കെ, ട്രൈ ഇറ്റ്. യു ആർ എ വെരി ഗുഡ് ആക്ട്രസ്. ഞാൻ അങ്ങനെ പറയല്ല. സ്റ്റിൽ ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് കണ്ടോ? ഐ മേക്കിംഗ് യു കോൺഷ്യസ്. ഓക്കെ, സാധാരണ ആൾക്കാർ എന്താ ചിന്തിക്കുന്ന അറിയോ? Is it in this hand? Yes. Is it in this hand? Yes. Good. സാധാരണ ആൾക്കാർ എന്ത് ചെയ്യുന്ന അറിയോ? ഇമ്മീഡിയറ്റ്ലി സ്വിച്ച് ചെയ്യും. അപ്പൊ കുറച്ച് അധികം ചിന്തിക്കുന്നത് ആവറേജ് എബോ ഐക്യുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്ന അറിയോ? സ്വിച്ച് ചെയ്യുന്നതാണ് എല്ലാവരും ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ സെയിം ഹാൻഡിൽ പിടിക്കും. അപ്പൊ എന്നെ പറ്റിക്കാൻ പറ്റുന്ന ഓപ്പൺ ദിസ്. താങ്ക് യു. ഞാൻ ഈ കഥ പറയുമ്പോ തന്നെ മീര റിയാക്ട് ചെയ്ത് തുടങ്ങിയത്. നല്ല ഗെയിമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഗെയിം. ഞാൻ ഇത്തവണ കുറെ കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാനൊരു ഒരു 100 dirhams ബെറ്റ് വെക്കാം. യു ഡോണ്ട് ഹാവ് ടു പേ, ഡോണ്ട് വറി. ഇത് എനിക്ക് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ യു ഗെറ്റ് ടു ഹാവ് കീപ് 100 dirhams. ഞാൻ അല്ല തരണ്ട, കയ്യിൽ വെച്ചാൽ ഒരു കോഫി മേടിച്ചു തന്നാൽ മതി. കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേരെ എങ്ങനെ കോഫി ഡേറ്റിന് കൊണ്ടുവന്ന് മീര, is it in this hand? Yes. Is it in this hand? Open this one. Ta-da! That is fast. Another. This time is gonna be better. Okay. Then you're ready. Ready? Right? ഒന്ന് മാറ്റണം തോന്നുന്നുണ്ടോ? Hey. Are you sure? Yeah. Okay. നമുക്കിത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാം. 1000 dirhams. Right away. Okay. പക്ഷേ ഒരു അഡ്വാൻറ്റേജ് കൂടി തരാം. യു ഹാവ് ടു തിങ്ക് ഓഫ് ദ ആൻസർ പറയണ്ട, മനസ്സിൽ ചിന്തിച്ചാൽ മതി. കിട്ടിയാ? ഇപ്പൊ കാണുന്നവർക്കും കണ്ണ് ശരിക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും മനസ്സിലാവും. ഉത്തരം ചിന്തിച്ചാൽ മതി എന്ന് പറയായിരുന്നു. ഓക്കെ, ഇപ്പൊ ഞാൻ കുറച്ചുകൂടി ഡിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മീരയുടെ അതിബുദ്ധി കൂടി കാണിച്ചു. മനസ്സിൽ വെറുതെ ഉത്തരം പറഞ്ഞാൽ മതിയായിരുന്നു, പക്ഷെ ഓപ്പോസിറ്റ് റിയാക്ട് ചെയ്യാൻ നോക്കി. ഓപ്പൺ ദിസ് വൺ. കൂടുതൽ സ്മാർട്ട് ആവാൻ നോക്കി. താങ്ക് യു വെരി മച്ച്. വെരി ഗുഡ്, വെരി ഗുഡ്. ഹാറ്റ്സ് ഓഫ് ടു യു. കഴിഞ്ഞിട്ടില്ല. ഇവിടെ നിന്നാൽ മാത്രമേ എനിക്ക് പ്രോപ്പർ ആയിട്ട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ, ഫേസ് ടു ഫേസ് ആയിട്ട്. ഏതായാലും താങ്ക് യു സോ മച്ച്. വി ഹാഡ് എൻ അമേസിംഗ് ടൈം. എനിക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ അറിയണം എന്നുണ്ട്, കേട്ടറിയണം എന്നുണ്ട്. ഏതായാലും ഇദ്ദേഹം കുറച്ചു നേരം കൂടെ എന്റെ കൂടെ ഇവിടെ ഉണ്ടാവും. അപ്പം ഏതായാലും യു ഗൈസ് സ്റ്റേ ട്യൂൺഡ് ടു ഗോൾഡ് 101.3 FM. This is Meera Nandan and Adi on Toll Free Fun.